മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഒരൊറ്റ ദിവസം പോലും കടന്നു പോകാറില്ല ഒരു ലഹരി കടത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ വാർത്തയില്ലാതെ എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. കോഴിക്കോട് മാത്തോട്ടത്താണ് 237 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിലായിരിക്കുന്നത്. മാത്തോട്ടം സ്വദേശി മുഹമ്മദ് സഹദാണ് ഡാൻസാഫിന്റെ പിടിയിലായത്. പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. നന്ദഗോപാൽ തുടരുന്നുണ്ട്. നന്ദഗോപാൽ, MDMA പിടികൂടിയതുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ സംസ്ഥാനത്തുടനീളം വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. എല്ലാ ദിവസവും അത്തരമൊരു വാർത്തയുണ്ടാകും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? പിടിയിലായ ആളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ജിൽസി, കോഴിക്കോട് ഉൾപ്പെടെ ശക്തമായ രീതിയിൽ ലഹരിവേട്ട നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 15 ദിവസത്തിനിടയിൽ ഡാൻസർ സംഘം നടത്തുന്ന ആറാമത്തെ വലിയ ലഹരിവേട്ടയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് മാത്തോട്ടത്ത് ആണ് ചക്രിക്കാട് റോഡ്, ഇവിടെ നിന്നുമാണ് ഇത്തരത്തിലൊരു പ്രതിയെ പിടികൂടിയത്. ഡാൻസാഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫറൂഖ് പോലീസും ഡാൻസർ സംഘവും ഇവിടെ എത്തി പരിശോധന നടത്തിയത്. ഇതിനാണ് മാത്തോട്ടം സ്വദേശിയായ മുഹമ്മദ് സഹദിനെ പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്നും 237 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഈ ലഹരി എത്തിച്ചത് എന്നുള്ളതാണ്. ഓണം പ്രമാണിച്ച് ഇവിടെ ഇത്തരത്തിൽ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ഡാൻസർ സംഘം എത്തുന്ന സമയത്ത് ഈ മുഹമ്മദ് സഹദിനൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടെ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും സ്ഥലത്ത് വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെയാണ് നടക്കുന്നത്. ഓണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും ഉൾപ്പെടെ വലിയ തോതിൽ ലഹരി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.